എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, വീണ്ടും ഒരു വീഡിയോ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നിങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടു കാണും ഓൾറെഡി. കിൽ, കൊല്ല, കഥം കരവും. എൻ്റെ പൊന്നു മോനെ, എന്തൊക്കെയാണ് അത്? അത് കണ്ടിട്ട് എനിക്ക് ഭ്രാന്ത് ചോദിച്ചിരിക്കും. സത്യം പറയല്ലോ, വയലൻസ് കുറച്ച് അങ്ങേ അറ്റത്തെ തലത്തിലേക്ക് പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ത്യൻ സിനിമയിലൊക്കെ ഇത്ര വയലൻസ്, ഓ മൈ ഗോഡ്, ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തലമുറ നാശമായി പോവോ എന്നൊക്കെ പലരും ചോദിക്കും. എനിവേ, എന്നിട്ട് നമ്മളെ നാട്ടിൽ വയലൻസ് ഇല്ലാത്ത പോലെ, വെട്ടിക്കൊല്ലലും കൊത്തിക്കുത്തൊന്നും ഇല്ലാത്ത പോലെയാണ് നമ്മൾ ഇനി തലമുറ ഇത് കണ്ടിട്ട് കേടായി പോവുക. എനിവേ, ഫർഗെറ്റ് ദാറ്റ്. ബട്ട് ദ കില്ലല്ല, വെറും കിൽ. ഈ ഫിലിമിന്റെ ഡയറക്ടർ ആരാന്ന് ഞാൻ നോക്കിയപ്പോൾ നിഖിൽ നാഗേഷ് ഭട്ട്. ഈ പുള്ളി ഞാൻ ചെയ്തിരിക്കുന്ന പഴയതറിയോ? ബിർജ് മോഹൻ അമർ, ഈ പടമാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ കണ്ടിട്ടുള്ള മൂവിയാണ്, മുമ്പ് കണ്ടിട്ടുള്ള മൂവിയാണ്. സത്യത്തിൽ എനിക്ക് ഭയങ്കര ആ സംഭവം ആകെ തുടക്കമൊക്കെ വലിയ ഒരു ഒന്നുമില്ല, അങ്ങനെ വലിയൊരു നമ്മളിങ്ങനത്തെ ഒരു ഭയങ്കര ഇടി പടമാണെന്നുള്ള രീതിയിലാണ് തുടങ്ങുന്നത്. വളരെ നാച്ചുറലായിട്ട് തുടങ്ങി അങ്ങനെ പോയി. പിന്നെയാണ് പെട്ടെന്ന് ആ പേസ് പിക്കപ്പ് ചെയ്യുന്നത്, ആ ട്രെയിനിലുള്ള സംഭവങ്ങളും അങ്ങനെയുള്ള പേസ് വെക്കുന്നു. പിന്നെ അതിൽ കോറിയോഗ്രാഫിയുടെ കാര്യം അതിൽ ഒന്നും പറയാനില്ല. അടിപൊളി സൂപ്പർ സ്റ്റൺസ്. അതാ ഇത്രയും ആ ട്രെയിനിൻ്റെ ഉള്ളിലുള്ള ആ സ്പേസിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയണം. എനിക്ക് തോന്നുന്നത് ഒരു തിയേറ്റർ മൂവി തന്നെയാണ്. തിയേറ്ററിൽ മൂവി കണ്ടാൽ മാത്രമേ ശരിക്കും ചിലപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ളൊരു ഇമ്പാക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. എനിവേ, സോ കിൽ, കൊന്നു മോനെ, കൊന്നു കൊല വിളിച്ചെന്ന് പറയണം. ഞാൻ എല്ലാ ടൈപ്പ് മൂവീസും കാണുന്നതാണ്. സോ എനിക്കിപ്പോൾ ഈ ഒരു ആക്ഷൻ മൂവി ഇതിൽ കുറച്ച് വയലൻസ് കൂടിയതുകൊണ്ട് എനിക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ നമ്മൾ ഇന്ത്യൻ ലെവലിൽ വെച്ച് നോക്കുമ്പോൾ ഇതിൽ വയലൻസ് കുറച്ച് അല്പം കടന്നു കഴിയാണ്. നമ്മൾ ഇതുപോലത്തെ വയലൻസ് കണ്ടിരിക്കുന്നത് ദ റെയ്ഡ്, റിഡംഷൻ അങ്ങനത്തെ മൂവീസിലൊക്കെയാണ് നമ്മളിങ്ങനെ വയലൻസ് ഒക്കെ കണ്ടിരിക്കുന്നത്. പക്ഷെ എന്തായാലും സംഭവം പൊളിച്ചിട്ടുണ്ട്. ഇതിൽ അഭിനയിച്ച ആ രണ്ടുപേരും, ഹീറോവും മറ്റേ വില്ലനായിട്ട് അഭിനയിക്കുന്ന പയ്യൻ, അവൻ പൊളിച്ചു. അവൻ മാത്രമല്ല, അവൻ്റെ ഒപ്പം അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റുകളും വില്ലന്മാരായിട്ട് ഇടി കൊള്ളാനും ഇടിക്കാനും വരുന്നവന്മാരുണ്ടല്ലോ, അവന്മാരെല്ലാം സമ്മതിച്ചു കേട്ടോ. അവന്മാരെ ആ മുഖത്തെ എക്സ്പ്രഷനും ആ ലുക്കും ഒക്കെ പക്ക ഇതുപോലെ ഒരു ഗുണ്ടാന്ന് പറയാൻ പറ്റില്ല, ഒരു എന്താ പറയാ, ഒരു ശരിക്കൊരു കുപ്പിച്ചില്ലെന്ന് പറയല്ലേ, ഒരു എന്താ പറയാ, നമുക്കറിയാം ചിലവരെ കണ്ടു കഴിഞ്ഞാൽ ഇവൻ ഇത്തിരി പെശകാണ്, ഇങ്ങനെ ആ തോന്നില്ല നമുക്ക്. ഇവനെ കണ്ടാൻ അറിയാം ഒരുമാതിരി മറ്റേ ഇത്തിരി പെശകളുള്ള ടീമാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇതുണ്ടല്ലോ. ഞങ്ങൾ കഞ്ചാവും കള്ളതിൻ്റെ കാര്യമാണ്, ഒരു ഈ കുറച്ചൊരു സ്വഭാവം വെടക്കാന്നൊക്കെ പറയില്ല, ആ ഒരു ടൈപ്പ് ടീമുകളാണ് എല്ലാത്തിലും. അതിലെല്ലാവരും അടിപൊളിയായിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അവർക്കും ഇമോഷൻസ് ഉണ്ടെന്ന്. ഈ വില്ലന്മാർ മരിക്കുമ്പോൾ നമ്മളായിരിക്കും അമ്മമാർ ചത്തൂർ തന്നെ അത് കഴിഞ്ഞു എന്നുള്ള. പക്ഷെ ഇതിൽ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്, അവർക്കും സങ്കടം ഉണ്ട്, അവർക്കും ദുഃഖം വരും. അവരെ ഫ്രണ്ട്സ് മരിക്കുമ്പോൾ, അവരെ അച്ഛനും അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ഒക്കെ മരിക്കുമ്പോൾ അവർക്കും ദുഃഖം വരുന്നുണ്ടൊക്കെ വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് ആ കൂടി ചോദിക്കാനുള്ളത്, ഈ പഹയൻ്റെ ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ, അവളെ എൻഗേജ്മെന്റിനാണ് ആ സ്ഥലത്ത് വന്നിട്ട് ഇവർ തിരിച്ചു പോവാണല്ലോ ട്രെയിനിൽ. ഇത്രയും പൈസക്കാരായ ആൾക്കാർ ഈ ഈ കമ്പാർട്ട്മെന്റിൽ എന്തിനാ പോകുന്നത്? അവന്മാർക്ക് വല്ല ഫസ്റ്റ് ക്ലാസ്സിലോ അതിലൊക്കെ പോയിക്കൂടെ? അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും, അവർക്ക് കാറിൽ തിരിച്ചു പോയിക്കൂടെ, അല്ലെങ്കിൽ ട്രെയിനിൽ തിരിച്ചു പോയിക്കൂടെ? എയർപോർട്ടൊന്നും ഇല്ലായിരുന്നു ആ സ്ഥലത്ത്. അവരെന്തിനാ ഈ ലോക്കൽ ടൈപ്പ് ട്രെയിനിൽ തിരിച്ചു പോകുന്നത് എനിക്ക് മനസ്സിലായില്ല. ഇനിയിപ്പോൾ അവിടുത്തെ ഒരു സിസ്റ്റം അങ്ങനെയാണോ എനിക്കറിയില്ല. അതുകൊണ്ടാണ് മീൻസ് ഇത് നടക്കുന്ന സ്ഥലം അങ്ങനത്തെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ. അതുകൊണ്ടാണ് എനിക്കതാണ് ഡൗട്ട് തോന്നിയത്. പറയാൻ ഈ കമ്പാർട്ട്മെന്റിനെ കണ്ടാൽ അറിയാമല്ലോ, അത്ര വലിയ എ സി കമ്പാർട്ട്മെന്റ് ഒന്നുമല്ല, സാധാരണ ഒരു കമ്പാർട്ട്മെന്റ് ആണത്. നമ്മുടെ നാട്ടിലൊക്കെ എ സി കമ്പാർട്ട്മെന്റ് കണ്ടിട്ടില്ലേ? അപ്പൊ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് അവർക്ക് വേറെ നല്ല ഇതിൽ പോകാറുന്നില്ലേ, ഫ്ലൈറ്റിലൊക്കെ പോകുമായിരുന്നു ഇത്ര വലിയ ആൾക്കാരൊക്കെയാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ഇത്രയും വലിയ പണക്കാരുടെ ആളൊക്കെയാണ് ഇവർക്ക് ആകെ കൂടി ഒരു ബോഡി ഗാർഡ് മാത്രമല്ല. പ്രത്യേകിച്ച് നോർത്തിലൊക്കെ അവന്മാരൊക്കെ ഒരു 10-20 ബോഡി ഗാർഡൊക്കെ ആയിട്ട് കിടക്കുന്ന ഒരു കാറ് വരെ, 10 കാറുകളൊക്കെയാണ് ചിലപ്പോൾ ഓരോരുത്തരുടെ ബാക്കിൽ ഉണ്ടാവുക. നമ്മൾ സാധാരണ ഫിലിമിലൊക്കെ കണ്ടിട്ടില്ലേ, ഹിന്ദി ഫിലിമിലൊക്കെ അത്യാവശ്യം പണക്കാരൊക്കെ പോകുമ്പോൾ. ഇത് ഒന്നുമില്ല. അതെനിക്ക് മനസ്സിലായില്ല, ഇത്രയും വലിയ സ്ട്രോങ് പാർട്ടികൾ. അതെനിക്ക് എന്തോ ഒരു ഇതുപോലെ, അത് ആരെങ്കിലും ഒന്ന് ക്ലിയർ ചെയ്യാനാണെങ്കിൽ നല്ലതായിരുന്നു. ബാക്കിയെല്ലാം അടിപൊളി. പിന്നെ
അവർ സിഗ്നൽ ജാം ചെയ്യുന്നതും അതുകൊണ്ട് ഫോൺ വിളിക്കാൻ പറ്റാത്തതും അതൊക്കെ നല്ല രസമുണ്ട് സംഭവം. നമ്മൾ പല സിനിമയിലും ഇതൊക്കെ ഈ ഐഡിയാസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊക്കെ അവർ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഈ സിനിമയിൽ ഇട്ടു എന്നുള്ളത് വളരെ അടിപൊളിയായ സംഭവം. സംഭവം ഒരു എൻ്റർടൈനിങ്, ഒരു ആക്ഷൻ എൻ്റർടൈനിങ് മൂവി. പക്ഷേ വയലൻസ് ഒരു ഒന്നൊന്നര വയലൻസ് ആണ്. ചില സീനിലൊക്കെ നമ്മൾ ഇത്രയും വേണമായിരുന്നു എന്ന് തോന്നിപ്പോവും, അത്രേ ഉള്ളൂ. പക്ഷെ എനിക്കിഷ്ടമായി, സിനിമ ഇഷ്ടമായി. ഓവറോൾ എൻഡിങ് വരെ അടിപൊളിയായിരുന്നു, ഒരു കുഴപ്പമില്ല, ബോറടിക്കാതിരുന്ന് കാണാം. പിന്നെ പാട്ടുകളും അധികം ഇങ്ങനെ ഈ അനാവസരത്തിനുള്ള പാട്ടുകളൊക്കെ കൊണ്ട് നോക്കില്ല, അങ്ങനത്തെ ഇല്ലാത്തതുകൊണ്ട് നന്നായി. അതൊക്കെ കൂടി ഇടുമായിരുന്നെങ്കിൽ എൻ്റെ പൊന്നു, ഞാൻ ആലോചിക്കുക. അപ്പോൾ ഈ ഖാൻമാരൊക്കെ സിനിമയായിരുന്നെങ്കിലേ മിണ്ടിയ പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞ പോലെ ഈ അവിടെ ഇവിടെയൊക്കെ ഓരോ പാട്ടുകൾ കയറി വരുമല്ലോ. മറ്റേ ഐറ്റം നമ്പറും മറ്റേതും മറിച്ചതൊക്കെ. ട്രെയിനിൽ കയറുമ്പോൾ ഒരു പാട്ട്, ട്രെയിനിൽ ഇരിക്കുമ്പോൾ ഒരു പാട്ട്, ട്രെയിനിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പാട്ട്, ട്രെയിൻ നിന്ന ഒരു പാട്ട്, നമ്മളെ വില്ലന്മാർ കയറി വരുമ്പോൾ ഒരു പാട്ട്, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഇല്ലാതെ വളരെ ക്ലീൻ ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അത് ഈ കരൺ ജോഹറിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തുള്ള എനിക്ക് തോന്നുന്നു. പുള്ളി ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ മീറ്റിങ്ങിലൊക്കെ വന്ന് പോകുന്ന ഞാൻ മറ്റേ വീഡിയോ ഒക്കെ കാണുന്നത്. അപ്പം മിക്കവാറും പുള്ളി തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും സംഭവം കൊണ്ടല്ലോ എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾ പറ്റുകയാണെങ്കിൽ അത് കണ്ടു നോക്ക്. കുറച്ച് വയലൻസ് ആണ്, പിള്ളേരായിട്ടൊന്നും കാണരുത് കേട്ടോ. കുറച്ച് വയലൻസ് കൂടുതലാണ്. പിള്ളേർക്കൊക്കെ ചിലപ്പോൾ ഇതിന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നമ്മളൊക്കെ എടുത്തിട്ട് ഇടിച്ചാലോ. അവർക്ക് എവിടെയെങ്കിലും ഇതിൻ്റെ ഇത് തീർക്കണ്ടേ, വേറെ ആരും പുറത്തിട്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ തന്നെ നമ്മൾ അപ്പനും അമ്മയൊക്കെ എടുത്തിട്ടാണ് ഇരിക്കുന്നത് അവർ പിള്ളേർ. അപ്പോൾ അതുകൊണ്ട് പിള്ളേരെ കാണിക്കാതിരിക്കുക നല്ലത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വിവരം അറിയിക്കും. സംഭവം കലക്കി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ വില്ലനായിട്ടുള്ള വിളിച്ച പയ്യനാണ്. അവൻ ഒരു രക്ഷയില്ല. അവൻ നല്ല ഭാവിയുണ്ട് അവന്, എനിക്ക് ഉറപ്പാണ്. അവൻ ക്യാരക്ടറായിട്ട് കറക്റ്റ് അതിൽ അവൻ്റെ ആക്സെൻറ്റും ഇതൊക്കെ വളരെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സോ എനിവേ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അണ്ടിൽ ദെൻ ബൈ ബൈ.